കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സഹായം കൈമാറിയിരിക്കുകയാണ്. 10 ലക്ഷം രൂപ അല്ലേ? തീർച്ചയായും. അതും അടിയന്തര സഹായമായി 80,000 രൂപ നേരത്തെ നൽകിയിരുന്നു. ഇപ്പോൾ അതിന്റെ ബാക്കിയാണ് തുക നൽകിയിരിക്കുന്നത്. സനോജ് സുരേന്ദ്രനുണ്ട് വിവരങ്ങൾ നൽകാൻ. സനോജ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. ബിന്ദുവിന്റെ ജീവൻ അത് ഏതായാലും തിരിച്ചു നൽകാനാകില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും, ആ കുടുംബം ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് നിവർത്തിച്ചു കൊടുക്കുകയാണ് സർക്കാർ. ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ മന്ത്രി VN വാസവൻ നേരിട്ടെത്തി കുടുംബത്തിന് സഹായം കൈമാറുന്നു. തീർച്ചയായിട്ടും വിനിഷ, മരണം എപ്പോഴും ആ കുടുംബത്തിനൊരു തീരാവേദന തന്നെയാണ്. ആ സംഭവം വളരെ യാദൃശ്ചികമായി ഉണ്ടായ ഒരു സംഭവ വികാസമാണെങ്കിൽ കൂടിയും സർക്കാർ ആ കുടുംബത്തെ ആദ്യഘട്ടം മുതൽ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അപകടമുണ്ടായ ഉടൻ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഓടിയെത്തുകയും കഴിയുന്ന തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഇടപെടുകയും ചെയ്തു. പിന്നീട് ബിന്ദുവിന്റെ കുടുംബത്തെ പല മന്ത്രിമാർ, ഇപ്പം മന്ത്രി VN വാസവൻ അവിടെ ആദ്യം നേരിട്ടെത്തി ആ കുടുംബത്തിന് ആശ്വാസ വാക്കുകൾ നൽകിയിരുന്നു. പിന്നാലെ വീണ ജോർജ്, മന്ത്രി ബിന്ദു, ഒപ്പം തന്നെ P പ്രസാദ്, അങ്ങനെ നിരവധി മന്ത്രിമാർ ആ കുടുംബത്തിന്റെ അടുത്തേക്ക് സർക്കാരിന്റെ പിന്തുണയും സർക്കാർ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശവും നൽകിക്കൊണ്ട് അവർ എത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ കുടുംബത്തെ സർക്കാർ ചേർത്ത് പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ ഉണ്ടായ മന്ത്രിസഭാ യോഗത്തിൽ ഈ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ മകൻ നവനീതിന് ഒരു ജോലി വേണമെന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ദേവസ്വം ബോർഡിൽ നവനീതിന് ജോലി നൽകുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെ സർക്കാർ നൽകിയ ഉറപ്പുകൾ ഇവിടെ പാലിക്കപ്പെടുകയാണ്. അതായത് സർക്കാർ ധനസഹായത്തിനായി പണ്ടൊക്കെ ഒരുപാട് കാലം കാത്തിരിക്കേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതല്ല. പ്രഖ്യാപിച്ച ധനസഹായങ്ങളെല്ലാം സർക്കാർ കൈമാറുന്നു. ആദ്യഘട്ടത്തിൽ അടിയന്തര ധനസഹായമായി 50,000 രൂപ സർക്കാർ നൽകിയിരുന്നു. പിന്നാലെ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയുടെ ചെക്കാണ് കുടുംബത്തിന് മന്ത്രി VN വാസവൻ നേരിട്ടെത്തി നൽകിയിട്ടുള്ളത്. അപേക്ഷ ലഭിച്ച ഉടൻ തന്നെ ദേവസ്വം ബോർഡിൽ നവനീതിന് ജോലി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അതിന്റെ സർജറി പൂർത്തിയാക്കി ആ കുട്ടി ഇപ്പോൾ വിശ്രമത്തിലാണ്. ആ കുട്ടിയുടെ ചികിത്സാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിരുന്നു. സൗജന്യമായിട്ടാണ് ചികിത്സ നൽകിയത്. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കപ്പെടുന്നു. ഒപ്പം തന്നെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആ കുടുംബത്തിന് വീട് നിർമ്മിക്കുമെന്നും വാഗ്ദാനം നൽകിയിരുന്നു. ആ വീട് നിർമ്മാണവും ഈ ശനിയാഴ്ച തുടങ്ങുകയാണ്. ഇന്ന് മന്ത്രിക്കൊപ്പം വൈക്കം MLA CK ആശ, ഒപ്പം തന്നെ കോട്ടയം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സന്നിഹിതരായിരുന്നു. വിനിഷ, വർഷ. ശരി സനോജ. വർഷ, സർക്കാർ ഒപ്പമുണ്ട് എന്നത് അതൊരു വെറും വാക്കല്ല, അനുഭവവേദ്യമാകുകയാണ് ജനങ്ങൾക്കൊക്കെ. ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്ന ആ കുടുംബത്തിന് ആ നഷ്ടം നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. പക്ഷേ അതൊഴികെയുള്ള ബാക്കി എല്ലാം സർക്കാർ തിരിച്ചു കൊടുക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത്. ആ കുടുംബത്തെ ഒരു ഘട്ടത്തിൽ പോലും ചേർത്ത് പിടിക്കാതെ നിന്നിട്ടില്ല. മന്ത്രിമാരെല്ലാവരും അവിടെ തന്നെ എത്തുന്നു. മന്ത്രി വീണ ജോർജ് അടക്കം, മന്ത്രി VN വാസവൻ, ബിന്ദു, എല്ലാ മന്ത്രിമാരും തന്നെ സർക്കാരിൻ്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ആദ്യഘട്ടം മുതൽ ഈ ഘട്ടം വരെ. നവമിയുടെ ചികിത്സയാവട്ടെ, മകൻ്റെ ജോലിക്കാര്യമാകട്ടെ, ആ വീട് പുനർനിർമ്മിച്ച് നൽകാം, ഏത് രീതിയിലാണോ വീട്ടുകാർ ആവശ്യപ്പെട്ടത് ആ രീതിയിൽ ആ വീട് പുനർനിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാവിധ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ട് ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ഒന്നടങ്കം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ മന്ത്രി VN വാസവൻ ആ കുടുംബത്തിൽ നേരിട്ടെത്തി കുടുംബത്തിന് സർക്കാർ ധനസഹായം കൈമാറിയത്. പറഞ്ഞത് എന്താണോ അത് വിനിഷ പറഞ്ഞതുപോലെ തന്നെ പാലിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സനോജ് പറഞ്ഞതുപോലെ തന്നെ അധികം വൈകാതെ